CPIM മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നൽകിയ മൊഴിയാണ് നെട്ടയിൽ രാമഭദ്രൻ കൊലക്കേസിൽ CPIM നേതാക്കളെ കുടുക്കിയത്. ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും DYFI നേതാവുമായ P. അഫ്സൽ CBIക്ക് മൊഴി നൽകിയിരുന്നു. അതേസമയം അറസ്റ്റിലായവരെല്ലാം കൊലപാതകത്തിൽ പങ്കുള്ളവരാണെന്ന് രാമഭദ്രന്റെ ഭാര്യ ബിന്ദു പറഞ്ഞു. രാമഭദ്രൻ വധക്കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ ബിന്ദു രാമഭദ്രൻ നൽകിയ ഹർജിയിൽ 2015 ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. CBIയുടെ തിരുവനന്തപുരം യൂണിറ്റിനായിരുന്നു അന്വേഷണ ചുമതല. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി നടന്ന അന്വേഷണത്തിൽ 200-ലധികം പേരെ ചോദ്യം ചെയ്തു. കേസിൽ CPM മുൻ ലോക്കൽ സെക്രട്ടറി T. അഫ്സൽ നൽകിയ മൊഴിയാണ് കേസിൽ നിർണായകമായത്. ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ അഫ്സൽ പ്രതിയായിരുന്നു. ഗൂഢാലോചന നടത്തിയത് ജില്ലയിലെ ഉന്നത നേതാക്കളാണെന്നും അന്നേ ദിവസം ഫോൺ മുഖാന്തരം ഇവർ പരസ്പരം ബന്ധപ്പെട്ടിരുന്നു എന്നും T. അഫ്സൽ മൊഴി നൽകി. ഇതിനെ സാധൂകരിക്കുന്ന മറ്റു തെളിവുകളും CBIക്ക് ലഭിച്ചു. ഈ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ CBI തീരുമാനിച്ചത്. അതേസമയം അറസ്റ്റിലായ എല്ലാവരും കൊലപാതകത്തിൽ പങ്കുള്ളവരാണെന്ന് രാമഭദ്രന്റെ ഭാര്യ ബിന്ദു രാമഭദ്രൻ പ്രതികരിച്ചു. തീർച്ചയായിട്ടും ഇവരന്നേ അറിയാമായിരുന്നു ഇവരെല്ലാം കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. നല്ല നേതാക്കന്മാരെല്ലാവരും ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ടല്ലേ നമ്മൾ വീണ്ടും ഇത് CBIക്ക് തന്നെ വിടണമെന്ന് നമ്മൾ കൊടുത്തു. കൊലപാതകം നടന്ന 6 വർഷങ്ങൾക്കിപ്പുറം ജില്ലയിലെ പ്രമുഖ നേതാക്കൾ കുടുങ്ങിയത് CPMനെ കൊല്ലത്ത് വെട്ടിലാക്കുകയാണ്. ഷമീർ, റിപ്പോർട്ടർ, കൊല്ലം.